ഇനി സെയ്ഫ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടിലേക്ക്. അജയ്, നമ്മളിപ്പോ നിൽക്കുന്ന ആ പ്രദേശത്തിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലെയാണ് ഈ കുട്ടിയും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം താമസിക്കുക പറഞ്ഞാൽ അവർ കിടന്നുകൊണ്ടിരുന്നത് അവിടെയാണ്. അതിന് 300 മീറ്റർ അകലെയായിട്ടാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. രാവിലെ നമ്മൾ ഈ കാണുന്ന പ്രദേശത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തിയിരുന്നു. പോലീസ് മാത്രമല്ല, നാട്ടുകാരും പരിശോധന നടത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ബ്രഹ്മോസ് ആണ്. ബ്രഹ്മോസിന്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബ്രഹ്മോസിന്റെ മതിലാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ട് അരികിലായിട്ടുള്ള ഈ പ്രദേശം അത് കാട് മൂടി കിടക്കുന്ന പ്രദേശമാണ്. ആരെങ്കിലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി കാട് മൂടിക്കിടക്കുന്ന ആ പ്രദേശമായിരുന്നു. ഈ പ്രദേശത്ത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് ആണ് ഇവിടെ നിന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ഇതിപ്പോഴാണ് ഇങ്ങനെ ആയത്. നമ്മൾ കുറെ പേര് വരികയും പോലീസുകാർ വരികയും ചെയ്തതിനു ശേഷമാണ് ഇതിനകത്തൊരു പാത്ത് അല്ലെങ്കിൽ ഒരു വഴി നമുക്ക് ഉണ്ടാവുന്നത്. അതുവരെ ഇങ്ങനെ അകത്തേക്ക് കയറാൻ കഴിയുന്ന വഴി ആയിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ കയറിയതിനു ശേഷമാണ് ഒരു വഴി ഉണ്ടാവുന്നത്. മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസർ, നേരത്തെ നമ്മൾ സംസാരിച്ച് കേട്ട ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് ഇതുവഴി പരിശോധന നടത്തുന്ന വഴി ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങോട്ട് കയറിയതായി തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ മരത്തിന്റെ ചുവട്ടിലാണ്. ഈ മരത്തിന്റെ ചുവട്ടിൽ കുട്ടിയെ ഇരുത്തി എന്ന നിലയിലാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കുട്ടി അങ്ങനെ ഇരുത്തുകയായിരുന്നു. 2 വയസ്സുള്ള കുട്ടിയാണ്. ഇപ്പോ ഏതാണ്ട് ഒരു 7-8 അടി നീളമുള്ള സ്ഥലമാണ്. കുട്ടിക്ക് എന്തായാലും 2 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ കയറി ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ആരോ കൊണ്ട് ഇരുത്തിയതാണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വേണ്ട. ഇനി ആര് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി, ആര് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കുട്ടി അവിടെ കൊണ്ട് ഇരുത്തിയതാണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. കാരണം രാവിലെ പോലീസ് ഇവിടെ പരിശോധന നടത്തിയതാണ്, നാട്ടുകാർ പരിശോധന നടത്തിയതാണ്. നാട്ടുകാരും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പരിശോധന നടത്തി. ഏതെങ്കിലും തരത്തിൽ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചേട്ടാ, രാവിലെ ഈ നാട്ടുകാർ മൊത്തം ഇവിടെ എല്ലാം പരിശോധന നടത്തിയിരുന്നു അല്ലേ? എല്ലാരും ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലായിരുന്നു. ഒരു വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോയി ആരെങ്കിലും ഇരിക്കും, നമ്മൾ പോലും ഇങ്ങനെ വരാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഒരു നിബിഡമായ സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് നടന്നു പോലും ഈ അമ്പലത്തിൽ പറഞ്ഞതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണാലും ഇങ്ങോട്ടും നമുക്ക് ഒരു ആവശ്യങ്ങളും ഇല്ല. ഈ കെൽറ്റക്കും കാര്യങ്ങളും കിടക്കുന്നതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് നടന്നു വരേണ്ട നമുക്ക് ഒരു ആവശ്യങ്ങളും ഇല്ല. ആരെങ്കിലും കൊണ്ട് ഇരുത്തിയതാണ് എന്ന് നമുക്ക് ഒന്ന് കണക്കൂട്ടാം. അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. എന്ത് പറയാനത് മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. അത് തന്നെയാണ് അതിനകത്ത് വസ്തുത. കാരണം നമുക്ക് 2 വയസ്സുള്ള കുട്ടി എന്തായാലും അവിടെ പോയി ഇരിക്കില്ല. ഇനി ആരാണ് ഇതിന് പിന്നിൽ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ, അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് വിശദമായ പോലീസ് അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ ഒരു ചിത്രം പുറത്തുവരികയുള്ളൂ. എന്നാലും കേരളത്തിൽ വലിയ ആശ്വാസമായ കാര്യമാണ്. കാരണം ഇന്നലെ രാത്രി 1 മണിയോടുകൂടി കാണാതാവുന്നു. ഇന്ന് രാത്രി വൈകിയാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നത്. 2 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. കണ്ടെത്തി എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ദുരൂഹത അത് തെളിയിക്കേണ്ടത് പോലീസ് തന്നെയാണ്.